ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും, ഫ്രീസറിനകത്തായിരിക്കും അത് വെക്കുന്നത്. അപ്പോൾ ഐസ് വന്ന് മൂടുമ്പോൾ ലൈറ്റർ കളേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സാധനം കാണത്തില്ല. സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ കൊണ്ടുവെക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവരിത് ക്ലീൻ ചെയ്യണമെന്ന് പൊടി തട്ടിക്കളയണമെന്ന് പോലും ഇല്ല. ഇത് 2 ആഴ്ച കഴിയുമ്പോൾ ഇത് മഞ്ഞ കളറാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് ഇത് പഴയ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ എടുക്കാണ്ടിരിക്കാം. എക്കോണമി കളേഴ്സ്, മറ്റൊരു പക്ഷേ പറയാം ചീപ്പ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി. ടേം യൂസ് ചെയ്തത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ട്, അതിന് താഴെ ഒരു റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു എക്കോണമി പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കളറായിരിക്കും അല്ലേ. അപ്പം ഈ ഇത്തരത്തിലുള്ള വില കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിലുള്ള കളേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? പല ആൾക്കാരും പറയും എനിക്ക് ഇന്ന ഡേറ്റിന് ലോഞ്ച് ചെയ്യണം, അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ബ്രാൻഡിങ്ങിന് വരുന്നത്. അപ്പോൾ അത് വലിയൊരു ചലഞ്ചാണ്. അപ്പം അവിടെ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും. ജീവൻ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ കളർ കണ്ടിട്ടായിരിക്കും അല്ലെ. പലപ്പോഴും ഇപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ഹിമാലയയുടെ തന്നെ ഫേസ് വാഷ് പല ടൈപ്സ് ഉണ്ട്, പല ലെമൻ്റെ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ളതുണ്ട്. അപ്പം ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് നോക്കത്തില്ല ഈ കളർ ഉണ്ടെങ്കിൽ ഞാൻ സാധനം എടുക്കും. അപ്പം ഈ ബ്രാൻഡിങ്ങിൽ കളറിന് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കുറഞ്ഞു വരുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഒരു പരിധിവരെ എല്ലാ കാലത്തും കളറിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ട്രഡീഷണലി പറയുന്ന ഇപ്പോൾ ഇന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന കളർ വേണം. ഇപ്പോൾ ചുവന്ന കളർ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇന്ന പ്രൊഡക്റ്റിന് മാത്രമായിരിക്കണം, പച്ച കളർ ഇന്ന പ്രൊഡക്റ്റിന് മാത്രം, ഈ കാറ്റഗറി ഓർഗാനിക് അതിൻ്റെ പ്രൊഡക്റ്റ് മാത്രമായിരിക്കണം. ആ ഒരു റൂൾസ് ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുന്നില്ല ഒന്ന്. പക്ഷേ നമ്മൾ ടിപ്പിക്കലി അങ്ങനെ യൂസ് ചെയ്ത് വരുന്നൊരു സിസ്റ്റം നമുക്കുണ്ട്. ഇപ്പം ഓർഗാനിക് അല്ലെങ്കിൽ ഗ്രീൻ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഇനി അർത്ഥമില്ല. കാര്യം നമ്മൾ ബേസിക്കലി എന്തിനാണ് കളർ ഒരു ബ്രാൻഡിന് ഒരു പെർട്ടിക്കുലർ കളർ നമ്മൾ 1-2 കളേഴ്സ് ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ എല്ലാവരും ഇതേ കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് പോയി കഴിഞ്ഞു. പക്ഷേ റെക്കഗ്നേഷൻ മാത്രമാണ് അവിടെ പ്ലേ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. റെക്കഗ്നേഷൻ മാത്രമല്ല, സൈക്കോളജിക്കൽ എലമെന്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓറഞ്ചിന്റെ പ്രൊഡക്റ്റ് ആണ്, സോ ഈസി ആയിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എനിക്ക് ഓറഞ്ച് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ലുക്ക് കാണുന്ന സമയത്ത് ഫീൽസ് ലൈക്ക് ഓറഞ്ച്. എൻ്റെ അടുത്ത് സ്മെല്ലാണെങ്കിലും ഓറഞ്ചിനുണ്ട്. അപ്പം ഈ ഒരു ഐഡന്റിറ്റിക്ക് അപ്പുറത്തായിട്ട് എൻ്റെ ഒരു എലമെന്റ് വരുന്നില്ലേ സൈക്കോളജിക്കൽ? തീർച്ചയായിട്ടും നമുക്ക് ഓരോ കളറിനും ഓരോ മൂഡാണ് അല്ലെങ്കിൽ നമ്മൾക്ക് കൺവേ ചെയ്യുന്ന. ഇപ്പം നമ്മൾ പറയാറില്ല യെല്ലോ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മെന്റലി ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോ മൂഡിനും ഓരോ പെർസെപ്ഷനും അല്ലെങ്കിൽ ഓരോ മൂഡാണ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗ്രീൻ കളർ തന്നെ എടുക്കാം. നമുക്ക് ഗ്രീൻ കളറിൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് കാണിക്കുന്ന ഒരു സിംബോളിക്കലി നമുക്ക് സ്റ്റെബിലിറ്റി, ഹെൽത്ത്, വെൽത്ത്, പിന്നെ റിലാക്സിങ്, ഗ്രോത്ത്, ഇതൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത് ഈ നേച്ചറുമായിട്ടുള്ളൊരു കണക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ മേക്ക് യു ഫീൽ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് റിഫ്രഷ്ഡ്, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്തും സെക്യൂരിറ്റിയും ഒക്കെ കാണിക്കാനൊക്കെ യൂസ് ചെയ്യാം. എന്ന് വെച്ച് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം നമുക്ക് നിർബന്ധമില്ല. നമുക്ക് ഒരു മറ്റു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് എപ്പോഴും ഇത് ആപ്ലിക്കബിൾ ആണെന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണെന്ന് വിചാരിച്ചോ, നമുക്കൊരു അറ്റംപ്റ്റ് നടത്താം, ചെയ്ത് നോക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഗ്രീൻ എലമെൻറ്റ് അതിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന വേറെ കളേഴ്സ്. ഇപ്പം ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ അല്ലാണ്ട് എന്തൊക്കെ കളേഴ്സാണ് ഉള്ളത് നമുക്കറിയാം. ഒരു മരത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു കളറും അല്ലെങ്കിൽ ഒരു ചന്ദനത്തിൻ്റെ കളറും, അത്തരം കളേഴ്സൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. ബട്ട് നമ്മളെ ബേസിക്കലി മൂഡും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ആൾക്കാർ നമ്മളെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പം ഈ ടാറ്റയുടെ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ ഇനിഷ്യലി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിൽ കൊണ്ടുവന്ന ഒരു കളറിന് ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ, ഗ്രീൻ ബ്ലൂ കളർ, അത് ആ സമയത്ത് അങ്ങനെ ഒരു കാറിൽ അങ്ങനത്തെ ഒരു കളറൊന്നും ആരും കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല. പെട്ടെന്ന് അത് കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇലക്ട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഇതായിരുന്നു അത്. അപ്പോൾ അതിപ്പോൾ പതുക്കെ അവർ കുറച്ചുകൊണ്ട് ആ എലമെൻറ്റിൻ്റെ ഇതും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ചില വാഹനങ്ങൾ, ഇപ്പോൾ ഈ മാരുതിയുടെ ജിമിനിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ഗ്രീൻ ടൈപ്പ് ഭയങ്കര ബ്രൈറ്റ് കളറുള്ള ഒരു മോഡലിന്
ആ ഒരു മോഡൽ ഇൻ ദ സെൻസ് ആ ഒരു കളർ വേരിയൻ്റ് ഉണ്ട്, അതായിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറേ ട്രോളൊക്കെ കിട്ടി, നമ്മളെ ഈ ചെറിയ മറ്റേ പെട്ടിക്കോട്ട പോലത്തെ കളറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ കളറാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കളറായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളറായിരിക്കണം, അല്ലെങ്കിൽ ആ ഐഡൻറ്റിറ്റി നമുക്ക് ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റണം അതിൽ. അത് മാത്രമല്ല, ഇപ്പം ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് യൂസ് ചെയ്യേണ്ട കളേഴ്സ് ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള കളർ ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ. ലോഗോ ആണെങ്കിൽ ഈ കളറിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇത് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണ്? കാരണം നമുക്ക് പല പ്ലാറ്റ്ഫോംസും ഈ സാധനം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഏതെങ്കിലും ഒരു സിംഗിൾ കളർ മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരിക്കലും ഇത് വർക്കൗട്ട് ആവത്തില്ല, നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിലും മാച്ച് ആവുന്ന വരത്തില്ല. അപ്പം ഈ ഫോളോയിങ് എ കളർ പാലറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് ഫീസിബിൾ ആണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ഓർമ്മ, നമ്മളൊരു മുമ്പൊരു റീബ്രാൻഡിങ് ചെയ്ത സമയത്ത് അവിടെ ലോഗോയിൽ എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഇൻ ദ സെൻസ് അവർ ഓരോ ലെറ്ററിനും ഓരോ കളറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്ന പ്രശ്നം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലാണ്ട് വേറെ ഏത് കളർ വെച്ചാലും ഒരു അക്ഷരം കാണില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി എല്ലാ പോസ്റ്ററിലും ഒന്നെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ലോഗോയുടെ പുറകെ ഒരു വൈറ്റ് എലമെൻറ്റ് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ ചലഞ്ചിങ് തന്നെയാണ്. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ആ പ്ലാറ്റ്ഫോമായിട്ട് മാച്ച് ചെയ്യുന്ന കളർ അല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു വാട്സപ്പിൻ്റെ ഒരു ഐക്കണായിട്ട് വെക്കുന്നു, അപ്പോൾ നമ്മളെ വാട്സപ്പിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ് ചിലപ്പം കുറച്ചും കൂടെ യോജിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ലോഗോസിലേക്ക് വരുന്ന സമയത്ത് ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് എന്തായാലും ഒരു കളർ നമുക്ക് എന്തായാലും വേണം. ലോഗോസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാവുന്ന ലെവലുള്ള കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഐഡന്റിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരു കളർ ഡെഫിനറ്റ്ലി വെക്കാം. ഇപ്പോൾ ഗൂഗിളിൻ്റെ നമുക്കറിയാം ഇത്രയും കളറൊക്കെയാണ്, ശരിയാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ അവർ ചില പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അവർ ലോഗോ മിക്കവാറും വൈറ്റിലായിരിക്കും, ഫുള്ളി വൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പാറ്റേൺ ഉണ്ട്. അവർ ഒരിക്കലും അവരുടെ ലോഗോ ബ്ലാക്കിൽ വൈറ്റ് വരും, വൈറ്റിൽ ബ്ലാക്ക് വരില്ല, മറ്റേ കളർ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പല ബ്രാൻഡ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ലിമിറ്റഡ് കളേഴ്സ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അത് ഐഡൻറ്റിറ്റി ഗൈഡ് ലൈൻസിൽ സ്പെസിഫൈ ചെയ്യേണ്ടതാണ് ശരിക്കും അത്. പിന്നെ FMCG പ്രോഡക്ട്സിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി സൂപ്പർ മാർക്കറ്റിൽ വയ്ക്കുന്ന ലേബിൾസിലും വയ്ക്കും. പലപ്പോഴും ആൾക്കാരുടെ കണ്ണിൽ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കളേഴ്സ് വെച്ച് കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. നമുക്ക് ഒരു വിഷയം വളരെ മിനിമൽ കളേഴ്സ്, അതായത് വളരെ ലൈറ്റർ ആയിട്ടുള്ള കളേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെൽഫ് വിസിബിലിറ്റി കുറയുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ബ്രാൻഡ്സിന് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത്തരം പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ബ്രൈറ്റ് കളേഴ്സ്, ആൾക്കാർ പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള കളേഴ്സ് വെക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു നിയമത്തെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും. കാരണം നല്ല ഫ്ലോറസെന്റ് കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം വർക്കൗട്ട് ആവത്തുള്ളൂ. അതേപോലെ തന്നെ എക്കോണമി കളേഴ്സ്, മറ്റൊരു പക്ഷേ പറഞ്ഞാൽ ചീപ്പ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി. ടേം യൂസ് ചെയ്തത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ട്, അതിന് താഴെ ഒരു റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു എക്കോണമി പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കളറായിരിക്കും അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള വില കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിലുള്ള കളേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഗ്രീൻ എന്ന് പറയുന്നു, ഗ്രീൻ തന്നെ അല്ലേ ആയിരക്കണക്കിന് വേരിയൻസ് ഉണ്ട്. അപ്പം ഇന്ന കളർ നമുക്ക് ഒരിക്കലും ഇതിൽ പറയാൻ പറ്റില്ല. പലപ്പോഴും ഇത് പറ്റുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ സെഗ്മെൻറ്റിൽ ഓൾറെഡി ഒരു എക്കണോമി റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു പ്രൊഡക്റ്റ്. ഇപ്പം അതിന് ഓർമ്മയുണ്ട്, നമ്മളൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അവരൊരു സെക്ടറിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി ആ സെക്ടറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഒരു ബ്രാൻഡല്ല, ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ബ്രാൻഡിനും ഒരു കളറാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വേറൊരു കളർ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ വൻ റിസ്ക്കാണ്. മറ്റു തന്നെ ട്രൈ ചെയ്യാൻ നിർബന്ധമില്ല, പക്ഷേ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യണം. ഒരു സൈലൻറ്റ് പെൻട്രേഷൻ ഒന്നും പറ്റില്ല. അപ്പോൾ ആ കളർ എക്സാക്ട്ലി ആ കളർ അല്ലെങ്കിൽ അതിനോടും ആ ടോൺ വരുന്ന ലെവലിലുള്ള ഒരു കളർ ആണ് ആ ഫുഡിനെന്ന് എല്ലാവരും ധരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വലിയൊരു മാർക്കറ്റിംഗ് കോസ്റ്റ് ആവശ്യമായിട്ട് വരും. അപ്പം ആൾക്കാർ സ്വാഭാവികമായിട്ടും അവർ ആ കളർ തന്നെ വേണമെന്നാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏത് സെക്ടർ എടുത്താലും ആ ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്കാർക്ക്. ഓൾറെഡി അതേ കളറുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പം ആ കളർ തന്നെ പിച്ച് ചെയ്ത് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ട് അതിൽ. റൈറ്റ്. അപ്പം എപ്പോഴും കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയിട്ട് നമ്മൾ കളർ ചൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അത് പ്രാക്ടിക്കൽ ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എക്കണോമിയിലൊക്കെ അത് ഓക്കെ,
ഒരിക്കലും പ്രീമിയത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂൾസ് പലപ്പോഴും അതേപോലെ ഫോളോ ചെയ്യാൻ ഇല്ല. കഴിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോൻ്റെ ഒരു കഷ്ണം ഇൻസ്റ്റയിലൊക്കെ മുറിച്ചിടുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇത് അങ്ങനെ അല്ലെന്ന് കമൻറ്റ് ചെയ്യും. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ഫുൾ വീഡിയോ കാണുന്നില്ല, അല്ലെങ്കിൽ ഇത് ആ പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ അത് ഇങ്ങനെയാണ്. ഇത് പക്ഷേ റൂളോ ഒന്നുമല്ല, ഇത് മാറ്റിയും ട്രൈ ചെയ്യാം. അപ്പം അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് എഗെയിൻ നമുക്ക് വീണ്ടും ഇതിൻ്റെ കളർ പാലറ്റ് മാത്രമായിട്ടോ പാക്കേജ് ഡിസൈനിങ് മാത്രമായിട്ടോ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, എന്ത് കളർ കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതിൽ ഈ ക്ലയൻറ്റ് ഒരിക്കലും ഇന്ന കളർ തന്നെ വേണം നിർബന്ധം പിടിക്കുമ്പോൾ ഈ പ്രശ്നം വരാം. ഇത് അവരെ ലോജിക്കലി അവർക്ക് നിർബന്ധം പിടിക്കാം. അതായത് ഇന്ന റീസൺ കൊണ്ട് ഈ കളറായിരിക്കും ഇതിന് ആപ്റ്റ്, അതുകൊണ്ട് എനിക്ക് ഈ കളർ വേണമെന്ന് പറയാം. അതല്ലാണ്ട് എനിക്ക് ഈ കളർ ഇഷ്ടത്തോടെ എൻ്റെ ബ്രാൻഡിന് ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി ചിലപ്പം കറക്റ്റ് ആവണമെന്നില്ല. ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും, ഫ്രീസറിനകത്തായിരിക്കും അത് വെക്കുന്നത്. അപ്പോൾ ഐസ് വന്ന് മൂടുമ്പം ലൈറ്റർ കളേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സാധനം കാണത്തില്ല. പിന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇപ്പം ഒരു വൈറ്റ് കളർ പ്രോഡക്റ്റ് നമ്മൾ മാറ്റ് ഫിനിഷിൽ ഷെൽഫിൽ കൊണ്ടുവെക്കുന്നു, ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പം പൊടി പിടിക്കാം. നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റ്സിലല്ല, മീൻസ് ചെറിയ സൂപ്പർ മാർക്കറ്റ്, ഇതിപ്പം സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ കൊണ്ടുവെക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവരിത് ക്ലീൻ ചെയ്യണമെന്ന് പൊടി തട്ടിക്കളയണമെന്ന് പോലും ഇല്ല. ഇത് 2 ആഴ്ച കഴിയുമ്പം ഇത് മഞ്ഞ കളറാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് ഇത് പഴയ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ എടുക്കാണ്ടിരിക്കാം. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ്, പാക്കറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ ഇത്. ഇപ്പോൾ ഗ്ലോസി ആണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക്. പക്ഷേ ആ ഗ്ലോസി പ്രോഡക്റ്റിന് മാച്ച് ആവോ, ഇതൊക്കെ ഒരു ഘടകമാണ് ഇതിനകത്ത്. അപ്പോൾ ഒരിക്കലും ഇത് പറഞ്ഞാൽ ഈ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതിന് നമുക്ക് എഗെയിൻ ടീമെല്ലാം ഡെവലപ്പ് ചെയ്ത് ആ പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കുറച്ചധികം ടൈം എടുക്കുന്ന ആൻഡ് ഓൾസോ അല്പമെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഘടകമായിട്ട് മാറും. ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പം പല ആൾക്കാരും പറയും എനിക്ക് ഇന്ന ഡേറ്റിന് ലോഞ്ച് ചെയ്യണം, അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ബ്രാൻഡിങ്ങിന് വരുന്നത്. അപ്പോൾ അത് വലിയൊരു ചലഞ്ചാണ്. അപ്പം അവിടെ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പം ഈ പറഞ്ഞ പോലെ ചീപ്പ്, എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ടൈം, ക്വാളിറ്റി, ഇതൊക്കെ ഒരു ട്രയാങ്കിളിനകത്ത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. നമുക്ക് പെട്ടെന്ന് വേണം, പക്ഷെ ചീപ്പ് ആയിരിക്കണം, ക്വാളിറ്റിയും വേണം. അപ്പോൾ അതാണ് അതിൽ വലിയ പ്രശ്നം. റൈറ്റ്. സോ കളേഴ്സിനെ കുറിച്ച് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ കുറച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്.